പനയുടെ മണ്ട മുറിച്ചെടുത്ത് കഴിക്കുന്നതാണ് നമ്മൾ ഈ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റാണ് ഇത്. നമ്മളിത് ഏകദേശം ഇതിൻ്റെ ഉത്ഭാവം എല്ലാം നല്ല ക്ലീനാക്കിയതിന് ശേഷം ഒന്ന് പിടിച്ച് നമ്മളിത് റെഡിയാക്കി. ഇത് സോഫ്റ്റാണ്, പുട്ട് പോലെ സോഫ്റ്റുള്ള ഒരു ഇതാണ്. അത് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുത്ത് നമ്മളിത് പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ പോവുകയാണ്. ഇതാണ് പനയുടെ മണ്ടഭാഗം, അതായത് ഏടഭാഗം 5 സെൻറ്റിമീറ്ററുള്ള ഒരു ഏടഭാഗമാണിത്. സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെറിയ പന, അതായത് നമ്മൾ ചെത്തുന്നൊക്കെ ചെറിയ പനയുടെ മണ്ട, അതായത് മണ്ട എടുത്ത് കഴിക്കാനായിട്ട് വളരെ അത് പൊളിച്ച് വൃത്തിയാക്കിയതിന് ശേഷം കഴിക്കാൻ വളരെ സോഫ്റ്റാണ്. ചെറിയ പപ്പടത്തിൻ്റെയൊക്കെ ടേസ്റ്റുള്ള ഒരു സാധനമാണ്. ഇന്നാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. നമ്മളിതൊരു ചെറിയ പന വെട്ടി അതിൻ്റെ ഉൾഭാഗം എടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ചെറിയ പനയുടെ ഒരു മണ്ടയാണ്. ആ മണ്ടയിൽ ഭാഗത്ത് കാണാൻ വകുപ്പ് കുറവാണ്. എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് പ്രേക്ഷകരായി നിങ്ങളെ ഒന്ന് കാണിക്കാം. മണ്ട കാണാൻ ചാൻസ് കുറവാണ്. നമ്മളേതൊക്കെയായാലും പുളി വന്നിട്ട് ഒന്ന് വൃത്തിയാക്കി കാണിക്കാം. ഇതിൻ്റെ അടിഭാഗത്തായിരിക്കും ഏകദേശം ഒരു 2 അടി, അതായത് ഒരു 7 അടി പനയുള്ള, ഒരു 7 അടി പൊക്കമുള്ള പനയുടെ ഒരു ഏറ്റവും അടിഭാഗത്താണ്, അതായത് ഒരു 5 അടി ഭാഗത്താണ് ഇത് ഏകദേശമൊക്കെ കണ്ടുവരുന്നത്. നമുക്കെന്നാലും ഒന്ന് ഫുള്ളൊന്ന് ചെത്തി കാണിച്ച് തരാം. അതുപോലെ തന്നെ നമുക്ക് ഈ പനയെ കൂടാതെ തെങ്ങിൻ്റെ മണ്ടഭാഗവും ഇതുപോലെ തന്നെ വളരെ സോഫ്റ്റാണ് കഴിക്കാനായിട്ട്, അതുപോലെ ടേസ്റ്റിയുമാണ്. പല ഭാഗത്തും പല രീതിയിലാണ് ഇത് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇത് പെട്ടെന്നൊന്ന് ചീകി പൊളിച്ച് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിക്കാം. അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് എടുത്താൽ നല്ല റൗണ്ട് രീതിയിൽ ഇതിങ്ങനെ അടുങ്ങി, അതായത് കുരുത്തോല ഇരിക്കുന്ന പോലെ അടുങ്ങി കുരുത്തോലയുടെ ഒരു ചെറിയ ഭാഗം അടുങ്ങിയിരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മളിന്ന് ഒരുപാട് നോക്കിക്കഴിഞ്ഞ ശേഷമാണ് നമുക്കൊരു പന ലഭിച്ചത്. അതിൽ നമ്മളിപ്പോൾ ഒരു 2 പന വെട്ടി നോക്കി, അതിലൊന്നും ഇല്ലായിരുന്നു. ഏകദേശം ഈ ഒരു ഭാഗത്താണ് പനയുടെ ഇരിക്കുന്നത്. നമ്മൾ ആ ഭാഗം ഒന്ന് വെട്ടി കാണിച്ചു തരാം. പനയുടെ കുറ്റിയാണ് നമ്മൾ മുമ്പേ വെട്ടിയതിൻ്റെ ബാക്കി ഭാഗമാണ്. ഇത് ഇരിക്കുന്ന അത് തന്നെയാണ്. ഇത് ഏകദേശം ഒരു കറക്റ്റ് പരുവമാണ്. നമുക്ക് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് കണ്ടോ, ഇതിലെല്ലാം നോണ്ട് നമുക്കിതിപ്പോൾ വെട്ടിയെടുത്ത് റെഡിയാക്കി കാണിച്ചു തരാം. ഇതതിൻ്റെ കൂമ്പാണ്. നല്ല ശരിക്ക് നല്ല കട്ടിയാണ്. ഇതിനെ നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ വളരെ നല്ല മൂർച്ചയുള്ള ആയുധം തന്നെ ആവശ്യമാണ്. ഇനി ഇതൊന്ന് നമ്മൾ 2ആയിട്ട് ഒന്ന് കീറി മുറിച്ച് റെഡിയാക്കി കാണിക്കാം. അത്രയ്ക്ക് കട്ടിയാണ് ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം. നമുക്കൊന്ന് മുറിച്ചെടുക്കണേ തന്നെ ഭയങ്കര ടയേർഡാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ വളരെ സോഫ്റ്റാണ് ഈ സാധനം. നമ്മളിപ്പോൾ ഇത് കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഏകദേശം ഒരു റൗണ്ടിൽ നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ കഴിക്കാനായിട്ടൊക്കെ ലഭിക്കുകയുള്ളൂ. ഏറ്റവും ഒരു 4-5 വർഷമായ പനയൊക്കെയാണെങ്കിൽ നമുക്ക് ഈസിക്ക് പൊളിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഇച്ചിരി മൂത്ത പനയാണ്. നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് കഴിക്കുന്നത്. വെള്ള നിറത്തിലുള്ള ഭാഗമാണ്. ഇത് ഒരുപാടുണ്ട്. നമ്മളായിട്ട് ഒരു പീസ് എടുത്താണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ജസ്റ്റ് ഇതാണ് കഴിക്കുന്നത്. സൂപ്പറാണ്. ഇത് ഒരു പപ്പടത്തിൻ്റെ തോല് പോലെ ഇങ്ങനെ അടുങ്ങി ഇതിലിരിക്കും. അയ്യോ, താഴോട്ട് പോയി. നമ്മൾ ഏകദേശം ഒരു പരുവത്തിലേക്ക് ഇതാണ് കഴിക്കുന്നത്.